ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവരങ്ങിലൂടെ ബൈബിൾ പഠിക്കാൻ ഇഷ്ടമാണോ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ ദാവീദ് രാജാവിൻ്റെ പുത്രൻ അബ്സലോമിൻ്റെ കഥ പറയുന്ന കാര്യമാണ്. നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ദിവ്യനാഥനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, പഴയ നിയമത്തിലൂടെ ദൈവം ഞങ്ങളെ വഴി നടത്തുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്നും ദൈവം ഞങ്ങളെ നയിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് ഞങ്ങളെ അങ്ങ് നയിക്കണമേ. ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും ദൈവത്തിൻ്റെ വലിയ കൃപ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുവാനും ഞങ്ങൾ മുഖാന്തരം ആർക്കെങ്കിലും വേദന വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുവാനും വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ദാവീദ് രാജാവിൻ്റെ മകനാണ് അബ്സലോം. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനാണ് അമ്നോൻ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ സാമുവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 14-ാം അധ്യായം നിങ്ങളിന്ന് വീട്ടിൽ പോയി വായിക്കണം. അതിനകത്ത് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ അമ്നോന് തൻ്റെ സഹോദരിയോട് വലിയൊരു പ്രേമം. അങ്ങനെ അവളോട് മോശമായിട്ട് പെരുമാറിയ കാര്യം സഹോദരൻ അബ്സലോം അറിഞ്ഞു. അബ്സലോം ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് തൻ്റെ സഹോദരിയോട് മോശമായിട്ട് പെരുമാറിയ ഈ അമ്നോനോട് വളരെ ദേഷ്യവും അരിശവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവൻ അവസരം പാർത്തിരുന്നു. അങ്ങനെ ഇവൻ ഈ അമ്നോനെ വധിച്ചു. ഇതിന് ദാവീദ് രാജാവ് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പേടിച്ചിട്ട് അവൻ നാട് വിട്ടോടി. അങ്ങനെ വർഷങ്ങളോളം അവൻ അന്യനാട്ടിൽ താമസിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞു പുത്രൻ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് വീണ്ടും ജീവിച്ചിരിക്കുന്ന പുത്രനെ ഓർത്ത് നാട് വിട്ട മകനെ ഓർത്ത് ദുഃഖിക്കാൻ തുടങ്ങി. പക്ഷെ എന്നാലും രാജാവല്ലേ, നീതി ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഈ ദുഃഖം പുറത്ത് കാണിക്കാതെ ഇരുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഭൃത്യനായിട്ടുള്ള യോവാബിന് അത് മനസ്സിലായി. യോവാബ് ദാവീദ് രാജാവിൻ്റെ ഈ ദുഃഖം തിരിച്ചറിഞ്ഞിട്ട് എന്താ അതിനൊരു പരിഹാരം എന്നോർത്തുകൊണ്ട് ഒരു ഭൃത്യനെ വിളിച്ചു. എങ്ങനെയെങ്കിലും നമുക്ക് അബ്സലോം രാജകുമാരനെ തിരിച്ചു കൊണ്ടുവരണമല്ലോ, അതിനിപ്പോൾ എന്താ ഒരു മാർഗം? നമ്മൾ ആരെങ്കിലും കുമാരനെ കൊണ്ടുവന്നാലേ ഉള്ളൂ രാജാവിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ. കാരണം വർഷം 3 ഈ അബ്സലോം രാജകുമാരൻ അന്യനാട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. എന്ത് ചെയ്യും? അങ്ങനെ ഇദ്ദേഹം ഈ ഭൃത്യനോടൊരു സൂത്രം പറഞ്ഞു. നീ തെക്കോവായിൽ ചെന്ന് അവിടുന്ന് വിലാപക്കാരിയായിട്ട് സങ്കടക്കാരിയായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവരണം. ഓ, അതെന്തിനാ? എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നതൊക്കെ അങ്ങ് അവൾക്ക് പറഞ്ഞു കൊടുത്ത് അത് രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് പറയണം. എന്നിട്ട് ഇവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, നീ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് പറയണം, അല്ലയോ മഹാരാജാവേ, എനിക്ക് 2 ആൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരാൾ മറ്റേയാളെ വധിച്ചു. വയലിൽ വെച്ച് അവർ തമ്മിൽ വഴക്കുണ്ടാക്കി അങ്ങനെ അടിച്ചു കൊന്നു. അപ്പോൾ എൻ്റെ ഒരു മകനാണ് ഇപ്പം എൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്നത്. അവനെ വിട്ടുതരാൻ പറഞ്ഞ് നാട്ടുകാരെല്ലാം അങ്ങോട്ട് ഓടി വന്നിരിക്കുക. കാരണം ഇവൻ സഹോദരനെ കൊന്നില്ലേ, അതുകൊണ്ട് ഇവനെ ഞങ്ങൾക്ക് അതിന് പരിഹാരം ചെയ്ത് അവനെ ഞങ്ങൾക്ക് കുറ്റം വിധിച്ച് അവനെ കൊല്ലണം, ഇവനെ വിട്ടുതരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനി അവനെയും കൂടെ വിട്ടാൽ വിധവയായ എനിക്ക് ആരുമില്ല. തന്നെയല്ല, എൻ്റെ ഭർത്താവിൻ്റെ നാമം നിലനിർത്താൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്ത് ആരും ഇല്ലാതെ വരും. ഈ ദുഃഖം രാജാവിനെ അറിയിക്കുവാനായിട്ടാണ് ഈ തെക്കോവായിൽ നിന്ന് ഒരു വിലാപക്കാരിയായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തത്. ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇവള് രാജസന്നിധിയിൽ ചെന്ന് തൻ്റെ സങ്കടമൊക്കെ ഉണർത്തിച്ച്, ഇങ്ങനെ എനിക്ക് 2 മക്കളുണ്ടെന്ന്, സത്യത്തിൽ അതുണ്ടോ? ഇല്ല, അഭിനയിക്കുക അല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല. ഇങ്ങനെ അവൾ ചെന്ന് രാജാവിനോട് ഈ കഥയെല്ലാം പറഞ്ഞപ്പോൾ രാജാവ് കോപിച്ചു. രാജാവ് പറഞ്ഞു, നിന്നെ ഈ നാട്ടിൽ ആരും ഉപദ്രവിക്കുകയില്ല, നിനക്ക് വേണ്ട എല്ലാ സംരക്ഷണവും തരും. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ തെറ്റ് രാജാവിന് വേണ്ട, ദൈവം അതിനെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചോട്ടെ. അപ്പോൾ പറഞ്ഞു, നിനക്കും ഒരു ശിക്ഷയും വരികയില്ല. ദൈവം അറിയാതെ ഒരു ദോഷവും ആർക്കും സംഭവിക്കുകയില്ല.
അങ്ങനെ രാജാവ് തീർത്തും പറഞ്ഞു കഴിഞ്ഞപ്പം ആൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഒരു സങ്കടം കൂടി ഉണർത്തിച്ചോട്ടെ, എന്നോട് കോപിക്കരുത്. രാജാവല്ലേ, രാജാവിന് കോപം വന്നാൽ ഇവിടെ ചിലപ്പോൾ അവിടെ വെച്ച് വധിച്ചു കഴിയും. രാജസന്നിധിയിൽ ഞാൻ ഒരു സങ്കടവും കൂടെ ഉണർത്തിച്ചോട്ടെ. എന്താ നിങ്ങളുടെ സങ്കടം? അങ്ങും ഇതേ തെറ്റ് തന്നെയല്ലേ ചെയ്യുന്നേ? രാജാവിന് മനസ്സിലായില്ല. അങ്ങയുടെ പുത്രൻ അബ്സലോം രാജകുമാരൻ സഹോദരനെ വധിച്ചിട്ട് അന്യനാട്ടിൽ താമസിക്കുന്നത് ദൈവഹിതം അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ചോരയ്ക്ക് ചോര, ഒരു കൊലപാതകത്തിന് വീണ്ടും കൊലപാതകം, അത് ശരിയല്ലല്ലോ. അപ്പോൾ ഒരാളെ വധിച്ചു, സഹോദരനെ ഒരു തെറ്റിന് വധിച്ചു, അതിൻ്റെ പേരിൽ ഇവൻ ഇപ്പോഴും അന്യനാട്ടിൽ കഴിയുന്നത് ശരിയാണോ? രാജാവ് എന്നോട് കോപിക്കരുത്. അപ്പം രാജാവിന് കാര്യം മനസ്സിലായി. രാജാവ് ചോദിച്ചു, അല്ലയോ സ്ത്രീയെ, ഇതിൻ്റെ പിന്നിൽ യോവാബിൻ്റെ കരങ്ങളാണോ? സത്യം പറയണം. സ്ത്രീക്ക് അല്പം ഭയമുണ്ട്. ആണെന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തോട് വല്ലതും ചെയ്യും. ഞാൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം ഇത് ചെയ്തത് ശരിയാണ്. അവരാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് അങ്ങയുടെ സന്നിധിയിലേക്ക്. പക്ഷെ രാജകുമാരൻ നാട്ടിൽ തിരിച്ചു വരാനുള്ള ആഗ്രഹം കൊണ്ടും യഥാർത്ഥത്തിൽ അങ്ങയുടെ ദുഃഖം മനസ്സിലാക്കിയ, അതുകൊണ്ട് രാജകോപം ഞങ്ങളുടെ ആരുടെയും മേലെ ഉണ്ടാകരുതേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇവളെ കേണപേക്ഷിച്ചു. അപ്പോൾ രാജാവിന് മനസ്സിലായി. തൻ്റെ വിശ്വസ്തരുടെ യഥാർത്ഥത്തിലുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് രാജാവ് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നാം അനുവദിച്ചിരിക്കുന്നു, നീ പോയി അബ്സലോം രാജകുമാരനെ നമ്മുടെ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ട് പോരെ. പക്ഷേ ഒരു കാര്യം, അവൻ രാജസന്നിധിയിൽ വരാൻ പാടില്ല. അവൻ്റെ വീട്ടിൽ ഈ നാട്ടിലെ എല്ലാ അവകാശങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചോട്ടെ. അന്യനാട്ടിൽ പ്രവാസിയായിട്ട് കഴിയേണ്ട, നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ചെന്ന് അബ്സലോം രാജകുമാരനെ നാട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ താമസിക്കുക. പക്ഷേ രാജസന്നിധിയിൽ തൻ്റെ പിതാവ് തന്നോട് ക്ഷമിച്ചോ അല്ലെങ്കിൽ ഒരു ക്ഷമ പറയാനോ വല്ല അവസരം കിട്ടിയോ? ഇല്ല. ഇങ്ങനെ 2 വർഷമായി ഇവിടെ വന്ന് താമസിക്കുന്നു. അങ്ങനെ പല പ്രാവശ്യം ഈ യോവാബിനോട് എൻ്റെ അടുക്കൽ വരണം എന്ന് പറഞ്ഞ് അബ്സലോം രാജകുമാരൻ ആളെ അയച്ചു. പക്ഷേ അദ്ദേഹം അവിടെ പോകുകയൊന്നും ചെയ്തില്ല. അവസാനം ഇദ്ദേഹത്തിൻ്റെ വയൽ അബ്സലോം കുമാറിൻ്റെ വയലിനോട് ചേർന്നുണ്ടായിരുന്നു. അവിടെ തീയം കിട്ടും. തൻ്റെ വയലിന് തീ കിട്ടു എന്ന് ഭൃത്യന്മാർ വന്ന് പറഞ്ഞപ്പോൾ യോവാബ് വേഗം അബ്സലോം രാജകുമാരനെ വീട്ടിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ എന്നെ ഉപദ്രവിച്ചത്? ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം നന്മ ചെയ്തു എന്ന് നീ അറിയുന്നുണ്ടോ? നിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാനാ മുൻകൈ എടുത്തേ, എന്നിട്ട് നീ എൻ്റെ വയലിന് തീയിട്ടല്ലോ, എന്തൊരു ദ്രോഹമാണ് നീ ചെയ്തേ. അപ്പോൾ പറഞ്ഞു, നിന്നെ ഇവിടെ വരുത്താനാണ് ഞാൻ തീയിട്ടത്. ഇപ്പം നീ ഇവിടെ വന്നല്ലോ, അതല്ലെങ്കിൽ നീ ഇവിടെ വരികയല്ല. അതുകൊണ്ടാണ്, നിന്നോടൊരു വിഷമം ഉണ്ടായിട്ടല്ല. പക്ഷേ ഞാനിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷം 2 കഴിഞ്ഞു. ഇന്ന് വരെ രാജസന്നിധിയിൽ ഒന്ന് പ്രവേശിക്കാനോ രാജാവിനെ ഒന്ന് മുഖം കാണിക്കാനോ എനിക്ക് അവസരം തന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ വരുത്തണമെന്ന് തീരുമാനിച്ചാണ് ഞാൻ തീയിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അബ്സലോം രാജകുമാരൻ പൊട്ടിക്കരഞ്ഞു. അപ്പം യോവാബിന് കാര്യം മനസ്സിലായി. അവൻ പറഞ്ഞു, ഞാൻ ചെന്ന് നിൻ്റെ പിതാവ് ദാവീദ് രാജാവിനോട് വിവരം പറയാം. അങ്ങനെ അദ്ദേഹം വീണ്ടും രാജസന്നിധിയിൽ ചെന്നു. രാജാവെ, അടിയനോട് കോപിക്കരുത്. പക്ഷേ അങ്ങേക്കറിയാവോ കുമാരൻ എന്തുമാത്രം സങ്കടം അനുഭവിക്കുന്നുണ്ടെന്ന് അങ്ങേക്കറിയാവോ? അപ്പോൾ രാജാവിന് അതിലപ്പുറം സങ്കടം അല്ലേ, ധാരാളം വിഷമാണ് രാജാവിന്. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്കും വലിയ വിഷമമുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് അബ്സലോം കുമാരനെ കൂട്ടിക്കൊണ്ടു വാ, ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഇവൻ ചെന്ന് അബ്സലോം രാജകുമാരനെ കൂട്ടിക്കൊണ്ട് വന്നു. ദാവീദ് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അച്ഛനും മകനും കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ച് ക്ഷമ കൊടുത്ത് വീണ്ടും രമ്യതയിലേക്ക് വരുന്ന ഒരനുഭവമാണ്. കണ്ടോ, ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കണം. അതുപോലെയാണ് സ്വർഗസ്നായ പിതാവ് നമ്മളോട് ക്ഷമിക്കുന്നത്. അപ്പോൾ നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ നാം അവരോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം എന്തായി, ദാവീദ് രാജാവിന് വിഷമമുള്ള കാര്യമാണ് തൻ്റെ പുത്രൻ ചെയ്തത് അല്ലേ. വീണ്ടും അവനെ നാട് കടത്തിയത് അവനും സങ്കടമുള്ളു. ഇപ്പം 2 പേരും കൂടെ വന്ന് ക്ഷമ ചോദിച്ച് ക്ഷമ പറഞ്ഞ് വീണ്ടും അനുരഞ്ജനത്തിലേക്ക് സ്നേഹത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവിടെ ഒഴുകുക. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ദാവീദിന് വീണ്ടും അനുഗ്രഹം കിട്ടിയത്. നല്ലതാണോ ഇത്? നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ദാവീദ് രാജാവും മറ്റൊരാൾക്ക് അബ്സലോം രാജകുമാരനും ഒക്കെ ആയി ഇതൊന്ന് ഒരു സ്കിറ്റായിട്ട് നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടികൾ
കളിക്കുന്ന സ്കിറ്റ് നമുക്കിപ്പോൾ കാണാം. യജമാനൻ എന്നെ വിളിച്ചോ? വിളിച്ചു. എന്താണ് ഞാൻ അങ്ങേക്കായി ചെയ്തു തരേണ്ടത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. അത് കൊള്ളാമല്ലോ. എന്താണ് ആലോചിക്കുന്നതെന്നാൽ ഇങ്ങ പറ, അപ്പോൾ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാം. എടോ, നമ്മുടെ ദാവീദ് രാജാവ് പുത്രദുഃഖത്താൽ അസ്വസ്ഥരാണ്. അത് നമ്മുടെ അബ്സലോം രാജകുമാരനെ ഓർത്തിട്ടോ? അതെ, അബ്സലോം രാജകുമാരൻ നാട് വിട്ടു പോയിട്ട് 3 വർഷം കഴിഞ്ഞില്ലേ? സഹോദരൻ അമ്നോനെ കൊന്നിട്ട് അവൻ രാജാവിനെ ഭയന്ന് ഓടിപ്പോയതല്ലേ? അതൊക്കെ ശരി തന്നെ. അവന്റെ സഹോദരൻ അബ്നോനെ കൊന്നു. രാജസന്നിധിയിൽ വരാനുള്ള ഭയം കൊണ്ട് അവൻ നാട് വിട്ടു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായില്ലേ? എത്രയായാലും ഒരു പിതാവല്ലേ? ശരിയാണ്. ജീവിച്ചിരിക്കുന്ന പുത്രനെ കാണാൻ ഏതൊരു പിതാവും ആഗ്രഹിക്കും. അതെ, രാജാവ് അബ്സലോം കുമാരനെ കാണാൻ ആഗ്രഹിക്കുന്നു. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് പറയുന്നത്? നീ തെക്കോബോവയിൽ ചെന്ന് സമർത്ഥയായ ഒരു സ്ത്രീയെ കണ്ടുപിടിക്കണം. ഒരു വിലാപക്കാരിയായി അഭിനയിക്കുവാൻ കഴിവുള്ളവളായിരിക്കണം. ഓ, നല്ല ബുദ്ധി. അതിന് പറ്റിയൊരു സ്ത്രീയെ കണ്ടുപിടിച്ച് രാജസന്നിധിയിൽ എത്തിക്കണം. ഞാൻ പറഞ്ഞതുപോലെയെല്ലാം പറയുവാൻ നീ അവളോട് പറയണം. ശരി ശരി. മഹാരാജാവ് നീണാൽ വാഴട്ടെ. എന്തു വേണം? ഒരു വിലാപക്കാരിയായ സ്ത്രീ രാജസന്നിധിയിൽ സങ്കടമുണർത്തിക്കാൻ വന്നിരിക്കുന്നു. വിലാപക്കാരിയോ? കടന്നു വരാൻ പറയൂ. ശരി മഹാരാജൻ. മഹാരാജൻ, ഈ ദാസിയോട് കരുണയുണ്ടാകണം. പറയൂ, എന്താണ് നിന്റെ പ്രശ്നം? നാം കേൾക്കട്ടെ. അങ്ങയുടെ ദാസിയായ ഞാൻ ഒരു വിധവയത്രേ. വിധവയായ എനിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ വയലിൽ വെച്ച് വഴക്കിട്ടു. അവരെ പിടിച്ചു മാറ്റാൻ ആരുമുണ്ടായിരുന്നില്ല. ഒരുവൻ മറ്റവനെ അടിച്ചു കൊന്നു. ഇപ്പോൾ എന്റെ ചാർച്ചക്കാരെല്ലാവരും ഈ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതെന്തിനാ അവർ നിനക്കെതിരായത്? സഹോദരനെ കൊന്നവനെ വിട്ടുതരിക. മരിച്ചവന് വേണ്ടി അവർ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങും. അവനെ കൂടി കൊന്നു കളഞ്ഞാൽ എനിക്ക് മറ്റാരുമില്ലാതാകും. എന്റെ ഭർത്താവിന്റെ നാമം നിലനിർത്തുവാൻ ഭൂമിയിൽ മറ്റൊരവകാശം പോലും ഇല്ലാതാകും. നീ ഭയപ്പെടേണ്ട. വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളുക. നിന്റെ കാര്യത്തിന് ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം. തിരുമേനി, കുറ്റം എന്നും എന്റെയും എന്റെ പിതൃഭവനത്തിന്മേലും ആയിരിക്കട്ടെ. രാജാവും സിംഹാസനവും കുറ്റക്കാരാകട്ടെ. ആരെങ്കിലും ഇനി നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അവനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. പിന്നെ അവൻ നിന്നെ ശല്യപ്പെടുത്തുകയില്ല. തിരുമേനി, രക്തത്തിന് പ്രതികാരം ചെയ്യാൻ ഒരു കൊലം നടത്തി എന്റെ മകനെ നശിപ്പിക്കാൻ ഇടവരാതിരിക്കുവാൻ അങ്ങും അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ. കർത്താവാണ്. നിന്റെ മകന്റെ തലയിൽ ഒരു മുടി പോലും വീണു പോവുകയില്ല. നന്ദി തിരുമേനി, നന്ദി. അങ്ങയുടെ ഈ ദാസി ഒരു കാര്യം കൂടി ബോധിപ്പിച്ചു കൊള്ളട്ടെ. പറയൂ. പിന്നെ എന്തുകൊണ്ട് അങ്ങ് ദൈവത്തിനെതിരായി ഇതേ തെറ്റ് തന്നെ പ്രവർത്തിച്ചു?
പ്രവാസത്തിൽ നിന്നും സ്വപുത്രനെ തിരിച്ചു കൊണ്ടുവരാത്തത് കൊണ്ട് അങ്ങ് അങ്ങിൽ തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു. തിരുമേനി, നാം എല്ലാവരും മരിക്കും. ബഹിഷ്കരിച്ചവനെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവനോട് ക്ഷമിക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. തിരുമേനി, ഈ ദാസിയുടെ ഒരു കാര്യം കൂടി അങ്ങ് നിറവേറ്റി തരണം. അബ്സലോം കുമാരനെ അങ്ങ് തിരിച്ചു കൊണ്ടുവരണം. നന്മ തിന്മകളെ വിവേചിച്ചറിയത്തക്ക വിധം ദൈവദൂതനെ പോലെ ജ്ഞാനിയാണ് അവിടുന്ന്. ജനം മുഴുവനും അത് ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയോടൊപ്പം ഉണ്ടാകട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നീ അതിന് സത്യം തന്നെ പറയണം. അങ്ങയുടെ ദാസി സത്യം പറയാം. ഇതിന്റെ എല്ലാം പിന്നിൽ യോവാബിന്റെ കരങ്ങളാണോ ഉള്ളത്? അങ്ങ് കോപിക്കരുതേ. അങ്ങയുടെ പ്രിയദാസനായ യോവാബ് തന്നെയാണ് എന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് അയച്ചത്. ശരി. ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ദൈവദൂതനെ പോലെ ജ്ഞാനിയാണ് അവിടുന്ന്. അങ്ങയോടുള്ള സ്നേഹം നിമിത്തം കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാബ് ഇത് ചെയ്തത്. അങ്ങയുടെ കോപം അവന്റെ മേൽ ഉണ്ടാകരുതേ. എല്ലാം നാം അറിയുന്നു. ആരുടെ? അടിയൻ മഹാരാജൻ. ഇവൾക്ക് സമ്മാനങ്ങൾ നൽകി സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക. ശരി മഹാരാജൻ. യോവാബിനെ വിളിക്കൂ. ശരി മഹാരാജൻ. യജമാനനെ, യോവാബ്, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങയുടെ ഹൃദയം അബ്സലോമിനെ പാർത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നാം സമ്മതിച്ചിരിക്കുന്നു. ചെന്ന് അബ്സലോം കുമാരനെ കൂട്ടിക്കൊണ്ടുവരൂ. യജമാനനെ, അങ്ങേക്ക് അടിയനിൽ പ്രീതിയുണ്ടെന്ന് ഞാൻ അറിയുന്നു. അങ്ങ് അടിയന്റെ അപേക്ഷ അനുവദിച്ചല്ലോ. പക്ഷേ അവൻ നമ്മുടെ സന്നിധി വരികയോ നമ്മുടെ കൊട്ടാരത്തിൽ പ്രവേശിക്കുകയോ വേണ്ട. അവന്റെ വീട്ടിൽ തന്നെ താമസിക്കട്ടെ. വേണ്ട, അവന്റെ വീട്ടിൽ പാർത്താൽ മതി. ഇനിയും അന്യനാട്ടിൽ താമസിക്കണ്ട. ശരി, നാം സമ്മതിച്ചിരിക്കുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. അബ്സലോം, നിന്റെ ദാസന്മാർ എന്റെ വയലിന് തീയിട്ടത് എന്തിന്? എന്റെ ധാന്യങ്ങൾ മുഴുവൻ കത്തി നശിച്ചു. യോവാബ്, നീ ഇപ്പോൾ എന്റെ ഭവനത്തിൽ വന്നില്ലേ? നിന്നെ ഇവിടെ എത്തിക്കുവാനാണ് ഞാൻ തീയിട്ടത്. എന്നെ ഇവിടെ വരുത്തുവാൻ എന്റെ വയലിന് തീയിടുകയോ? ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന് നിനക്കറിയാമല്ലോ. 2 പ്രാവശ്യം ഞാൻ ആളെ അയച്ചു. എനിക്ക് നിന്നെ ഒന്ന് കാണുവാൻ എന്തുമാത്രം ആഗ്രഹമുണ്ടായിരുന്നെന്നോ. എന്നിട്ടും നീ വന്നില്ല. അതൊക്കെ ശരി തന്നെ. അത് പ്രവാസ ജീവിതം കഴിഞ്ഞ് ഞാൻ ഈ ജെറുസലേമിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷം 2 കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ രാജ്യസന്നിധിയിൽ ചെല്ലാൻ എനിക്ക് അനുവാദം കിട്ടിയില്ല. ഞാൻ എന്റെ സഹോദരനെ കൊന്നു എന്നത് ശരി തന്നെ. ഞാൻ എന്തിനാ ചെയ്തുവെന്ന് ആരും ചിന്തിക്കുന്നില്ല. എന്റെ സഹോദരിയെ അവൻ നശിപ്പിച്ചില്ലേ? അബ്സലോം, നിന്നെ ഓർത്ത് രാജാവ് സങ്കടപ്പെടുത്തുമെന്ന് മനസ്സിലാക്കി ഞാനാണ് നിനക്ക് തിരിച്ചു വരുവാൻ അവസരമുണ്ടാക്കിയത്. നിനക്ക് പിതാവിനെ കാണുവാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. വിഷമിക്കാതിരിക്കും. എന്റെ ഈ ആഗ്രഹം നിന്നെ അറിയിക്കുവാനും നിന്നെ ഒന്ന് കാണുവാനും എനിക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ടായിരുന്നുവെന്നോ. ആളെ അയച്ചിട്ടും നീ വന്നില്ല. നിന്റെ ഈ ആഗ്രഹം ദൈവം നടത്തി തരും. നിന്റെ സങ്കടം ഞാൻ രാജ്യസന്നിധിയിൽ ഉണർത്തിക്കാം.
മഹാരാജാവ് നീണാൽ വാഴട്ടെ. എന്ത് വേണം? യോവാബ് അങ്ങേ കാണുവാൻ ആഗ്രഹിക്കുന്നു. യോവാബോ, കടന്നു വരാൻ പറയൂ. ശരി മഹാരാജൻ. മഹാരാജാവ് നീടാൾ വാഴട്ടെ. തിരുമേനി, അങ്ങ് കോപിക്കരുതേ. യോവാബ്, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. തിരുമേനി, കുമാരൻ 2 വർഷമായി കാത്തിരിക്കുന്നു. രാജസന്നിധിയിൽ വരുവാനും ചെയ്ത തെറ്റിന് മാപ്പ് പറയുവാനും. തിരുമേനി, കുമാരന്റെ മനസ്സ് എനിക്കറിയാം. ഈ ദുഃഖത്തെക്കാളും എത്രയോ വലുതാണ് കുമാരന്റെ ദുഃഖം. നന്മതിന്മകളെ തിരിച്ചറിയുന്ന അങ്ങ്, ദൈവത്തെ ഭയപ്പെടുന്ന അങ്ങ് അത് മനസ്സിലാക്കുന്നുവെന്ന് എനിക്കറിയാം. യോവാബ്, പറയൂ, ഞാൻ എന്ത് ചെയ്യണം? അന്യനാടായ ഗഷൂറിൽ നിന്ന് എന്തിനെന്നെ ഇവിടെ കൊണ്ടുവന്നു? ഇതിലും ഭേദം അവിടെ താമസിക്കുകയായിരുന്നില്ലേ എന്ന് കുമാരൻ ചോദിക്കുന്നു. കുമാരന് രാജസന്നിധിയിൽ വരണം. പിതാവ് തന്നെ വധിച്ചാലും സാരമില്ല എന്നവൻ പറയുന്നു. ഞാൻ അവനെ വധിക്കുകയോ? അതിനാണോ ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവന്നത്? യോവാബ്, എനിക്ക് അവനെ കാണണം. അബ്സലോം, അബ്സലോം കുമാര, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ സഹോദരിയെ പ്രതി അവളുടെ മാനം രക്ഷിക്കാനല്ലേ നീ നിന്റെ സഹോദരനെ കൊന്നത്. എന്നിട്ടും ഞാൻ ഇത്ര വലിയ ശിക്ഷ നൽകി. കഴിഞ്ഞ 3 വർഷം അന്യനാട്ടിലും 2 വർഷം സ്വദേശത്തും നീ എന്നെ അനുസരിച്ച് ജീവിച്ചു. എന്നിട്ടും ഈ പിതാവ് നിന്നോട് കരുണ കാണിച്ചില്ല. എന്നാലും ദൈവം നിന്നോട് കരുണ കാണിച്ചില്ലേ, സംരക്ഷിച്ചല്ലോ. തിരുമേനി, മകനെ അബ്സലോം, പിതാവേ, മകനെ അബ്സലോം, പിതാവേ. സ്കിറ്റ് കണ്ടില്ലേ? നന്നായിട്ട് കളിച്ചില്ലേ? ഇത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള അധ്യായങ്ങളോട് പഠിച്ചു നോക്കണം. അപ്പോൾ അത് കൂടുതൽ എളുപ്പമായിട്ട് വരും. നമുക്ക് സന്തോഷമായില്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, അങ്ങ് തിരുവചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കണമെന്ന്. യേശുനാഥ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ഉരുവിടുമ്പോൾ ഞങ്ങളോട് ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നിയാൽ അവരോടൊക്കെ ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ വലിയ കൃപ ഞങ്ങൾക്ക് കിട്ടും. യേശുനാഥ, ഞങ്ങളുടെ മനസ്സുകളിൽ ആരോടെങ്കിലും വേദനയുണ്ടെങ്കിൽ അവരെല്ലാം, ആ സംഭവത്തെയും ആ വ്യക്തികളെയും എല്ലാം ഈശോയെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ലെന്ന്. യേശുനാഥ, അങ്ങയുടെ വലിയ കൃപയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിഷമമുള്ളവരോട്, വേദന നൽകിയവരോട് ഒക്കെ ക്ഷമിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഈശോയെ, അങ്ങ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ വേണ്ട വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. ദാവീദ് രാജാവും തൻ്റെ പുത്രനും തമ്മിൽ രമ്യതയിലായതുപോലെ ഞങ്ങളോട് തെറ്റ് ചെയ്തവർ, ഞങ്ങൾ വേദനിപ്പിച്ചവർ, ഇവരോടെല്ലാം ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും ക്ഷമ ചോദിക്കാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് നൽകിയ സ്നേഹത്തിൻ്റെ പുതിയ പ്രമാണം പാലിക്കുവാൻ വേണ്ട കൃപ തരണമേ. ഞങ്ങളുടെ സ്നേഹവലയത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കാതെ എല്ലാവരോടും സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.